Hey, this is Divya. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പേരൻസിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നത്തെക്കുറിച്ചാണ്. ഹൗ ടു സേ ഗുഡ് ബൈ അറ്റ് സ്കൂൾ ഡ്രോപ്പ് ഓഫ്. സ്കൂളിൽ വിട്ടിട്ട് വരുന്നത് പേരൻസിനും കുട്ടികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു ബായ് പറച്ചിൽ എങ്ങനെ കംഫർട്ടബിൾ ആക്കാമെന്ന് നോക്കാം. പ്രഡിക്റ്റബിലിറ്റി ആൻഡ് റുട്ടീൻ കുട്ടികളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവരുടെ ഒരു ദിവസത്തിൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇത് കഴിഞ്ഞ് അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു സെൻസ് ഓഫ് കൺട്രോൾ കിട്ടും. ഇന്ന് ഒരേപോലെ ഒരേ ഓർഡറിലാണ് അവരുടെ ഒരു ദിവസമെങ്കിൽ അവർ പ്രിപ്പയർഡ് ആയിരിക്കും ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇത് ആങ്സൈറ്റിയും വാശിയും ഒക്കെ കുറയ്ക്കാനും അവരെ കാം ആൻഡ് കോൺഫിഡൻ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. സോ സ്കൂളിൻ്റെ കേസിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു കഥ പോലെ നമ്മൾ സ്കൂളിൽ കൊണ്ടുവിടുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് പറയാനും നോക്കാം. അതായത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൈയൊക്കെ പിടിച്ച് ക്ലാസ്സിൽ പോവും, ടീച്ചറിനോട് ഹായ് പറയും, പിന്നെ മോള് ബാഗ് വെച്ചിട്ട് വരുന്നവരെ മമ്മ ഡോറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യും. മമ്മ ബായ് പറഞ്ഞിട്ട് മോക്കൊരു ഫ്ലൈയിങ് കിസ് തരും, മോളത് പോക്കറ്റിലിട്ടിട്ട് മമ്മയ്ക്കൊരു ഫ്ലൈയിങ് കിസ് തരണം. പിന്നെ മോൾ സ്കൂളിൽ നിന്ന് കളിച്ച് സ്നാക്കൊക്കെ കഴിച്ച് പഠിച്ച് കഴിയുമ്പോഴേക്കും മമ്മ വരുമല്ലോ. ഇങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാം. പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന ചെറിയ കുട്ടികളാണെങ്കിൽ സിമ്പിളായിട്ട് മതി. 2-3 സ്റ്റെപ്പ്. നമ്മൾ ക്ലാസ്സിൽ പോവും, മാമിനോട് ഹായ് പറയും, മമ്മ ഒരു ഹഗ് ആൻഡ് കിസ് തന്നിട്ട് ഹായ് പറയും. അപ്പോൾ ഇത് പറഞ്ഞാൽ മാത്രം പോരാ, സ്കൂളിൽ പോയിട്ട് പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. എല്ലാ ദിവസവും ഈ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയും വേണം. 2-3 ദിവസം ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ കുട്ടിക്ക് കറക്റ്റായിട്ട് അറിയാം സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന്. നമുക്കിത് കുറച്ചുകൂടെ ഫണ്ണാക്കാൻ സിനിമയിലെ പോലെ ഒരു സീക്രട്ട് ഹാൻഡ് ഷേക്കോ ഹൈഫൈയോ ഒക്കെ ചെയ്യാം. പിന്നെ എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് ഈ ഗുഡ് ബൈ റൂട്ടീൻ ചെയ്യാനും ശ്രമിക്കുക. ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിലോ സ്കൂൾ ഗേറ്റിലോ അല്ലെങ്കിൽ സ്കൂൾ ബസ് കയറ്റി വിടുമ്പോഴോ ഇതൊരു റുട്ടീൻ പോലെ ഡെയിലി ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടെ കാമായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബായ് പറയുമ്പോൾ നമ്മൾ കരയുക, കുട്ടി കാണാതെ ഒളിച്ചു പോകാൻ നോക്കുക, ഓർ ബായ് പറഞ്ഞിട്ട് പിന്നെയും തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് ജനലിൽ കൂടെ എത്തി നോക്കുക. ഇങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. സ്വാഭാവികമായിട്ടും 1-2 ദിവസം കുട്ടി കരയും. പക്ഷേ ടീച്ചർമാർക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ അറിയാലോ. സോ അതോർത്ത് നമ്മൾ ഒത്തിരി ടെൻഷൻ ആവണ്ട. പലപ്പോഴും നമ്മൾ പോയൊരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ അവർ കളിക്കാനൊക്കെ തുടങ്ങും. പക്ഷെ വീണ്ടും നമ്മൾ എത്തി നോക്കുന്നതൊക്കെ കാണുമ്പോഴാണ് പ്രശ്നം. ചില കുട്ടികൾക്ക്, എസ്പെഷ്യലി ഓട്ടിസം പോലെ സ്പെഷ്യൽ നീഡ്സ് കുട്ടികൾക്ക്, നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിന് വിഷ്വൽ ക്യൂ കാർഡ്സ് എന്ന് പറയും. നമുക്ക് ടീച്ചറിനോട് ചോദിച്ച് സ്കൂളിലെ ടൈം ടേബിളൊക്കെ മനസ്സിലാക്കി രാവിലെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് മുതൽ സ്കൂൾ വിടുന്ന വരെയുള്ള കാര്യങ്ങളുടെ ചിത്രങ്ങൾ കറക്റ്റ് ഓർഡറിൽ ഒരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുട്ടി ടെൻഷനായാലും ടീച്ചർക്ക് ഇത് കാണിച്ചു കൊടുത്ത് സമാധാനിപ്പിക്കാം. ലൈക്ക് ഇപ്പോൾ പെയിൻറ്റ് ചെയ്തു, ഇനി സ്നാക്സ് കഴിക്കും, പിന്നെ എഴുതും, അങ്ങനെ. LKG UKG ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് നോക്കിയിട്ട് സ്വയം കംഫർട്ട് ചെയ്യാനും പറ്റും. ഇതിനെ സെൽഫ് സൂത്തിങ് എന്ന് പറയും. പക്ഷേ ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികൾക്ക് ഈ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓർഡർ തെറ്റിപ്പോകരുത്. ബിക്കോസ് അവരിത് നോക്കി സ്വയം കംഫർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റി അവർ ചിലപ്പോൾ പാനിക്കാവും. അപ്പോൾ ശരി, സ്കൂൾ തുറക്കാൻ ഇനി ഒരാഴ്ച കൂടെയേ ഉള്ളൂ. എൻജോയ് ദ ടൈം വിത്ത് യുവർ കിഡ്സ്. അടുത്ത വീഡിയോ കാണാം. ബൈ.